വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവം പുനരാരംഭിച്ചു. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടക്കുന്ന കലോത്സവത്തിന് വൻ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. കാലിക്കറ്റ് സർവകലാശാല ഡീസോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത SFI നേതാവ് കലോത്സവ വേദിയിലെത്തി. SFI നേതാവ് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ 24 കിട്ടി. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, സമാധാനപരമായി ആ കലോത്സവം തുടരാനിടയുണ്ടോ? ഹാഷ്മി, സമാധാനപരമായി ഈ കലോത്സവം നടത്തുന്നതിന് വേണ്ടി ഹൈക്കോടതിയും പോലീസും എല്ലാം ഇടപെട്ടുകൊണ്ട് ചില മാർഗനിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വച്ചിരുന്നതാണ്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് അതീവ പോലീസ് സുരക്ഷയിൽ ഇന്ന് കലോത്സവം വീണ്ടും പുനരാരംഭിച്ചത്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഈ കേസിൽ തന്നെ നേരത്തെ ഉണ്ടായ സംഘർഷത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത കേസിൽ ഉൾപ്പെട്ട പ്രതി ഈ ഡീസോൺ നടക്കുന്ന കലോത്സവ വേദിയിലേക്ക് എത്തിയത്. നേരത്തെ സംഘർഷത്തിൽ ഉൾപ്പെട്ട ആരും തന്നെ ഇവിടെ എത്തരുതെന്ന് പോലീസ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ എല്ലാവരെയും അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇത് ലംഘിച്ചുകൊണ്ടാണ് നേരത്തെ 308 വകുപ്പടക്കം ചുമത്തി കേസെടുത്ത 6ാം പ്രതി അഷ്റഫ് ഡീസോൺ നടക്കുന്ന വേദിയിലെത്തിയത്. ഇതോടുകൂടി KSU പ്രവർത്തകർ SFI നേതാവായ അഷ്റഫിനെ തടഞ്ഞു വെക്കുന്നു, പോലീസിന് വിവരം അറിയിക്കുന്നു. മാള CI അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കണമെന്ന് മാള CIയോടക്കം ഈ KSU പ്രവർത്തകർ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് ഈ പ്രതിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് KSU ഇപ്പോൾ ഉയർത്തുന്ന ആരോപണം. കൂടുതൽ KSU പ്രവർത്തകരെത്തി ഈ പ്രതിയെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചതോടുകൂടി പ്രതിക്ക് ഓടി രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കി കൊടുത്തു. അങ്ങനെ SFI നേതാവ് അഷ്റഫ് ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. ഹാഷ്മി, സമാധാനപരമായി കലോത്സവം നടത്തണമെന്നുള്ളത് ഏവരുടെയും ആവശ്യമാണ്. അതിൽ നമ്മളും ഉറച്ചു നിൽക്കുകയാണ്. അങ്ങോട്ട് പോലീസ് നിർദ്ദേശിച്ച ഈ മാനദണ്ഡമെല്ലാം ലംഘിച്ചുകൊണ്ടാണ് SFI നേതാവ് എത്തിയതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ഒരു പ്രതിയെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലീസ് തന്നെ വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ KSU വലിയ ആരോപണമായി ഉയർത്തുന്നത്. ഇതിൽ കടുത്ത പ്രതിഷേധം KSU ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. കാശ്മീർ SFI നേതാവ് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പ്രതിയാണ്. വീണ്ടും കലോത്സവ വേദിയിലേക്ക് എത്തി. പോലീസ് പിടികൂടാതിരിക്കാനാണെന്ന് തോന്നുന്നു. അവിടുന്ന് ദൂരെ കൂടുകയാണ്. സൂരജ് തുടരുന്നു. സൂരജ്, ഇയാൾ വേദിയിലേക്ക് എത്തിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴാണ്? ഇയാൾ ഇമാതിരി ഓട്ടമുണ്ട കാര്യം എന്താണ് സൂരജ്? ഹാഷ്മി, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ അഷ്റഫ് അടക്കമുള്ള SFI നേതാക്കളെ പോലീസ് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായി ഇവർ ഒളിവിൽ കഴിയുന്നു എന്നുള്ളതാണ് പോലീസിന്റെ വാദമുണ്ടായിരുന്നത്. അങ്ങനെ ഒളിവിൽ കഴിയുന്നുവെന്ന് പോലീസ് പറയുന്ന ഒരു പ്രതിയാണ് ഈ കലോത്സവം നടക്കുന്ന വേദിയിൽ DYSP അടക്കമുള്ള പോലീസുകാർ, ഉന്നത പോലീസുകാർ, അതായത് 300-ലധികം പോലീസുകാരാണ് ഹാഷ്മി അവിടെ ഉണ്ടായിരുന്നത്. അവിടെ മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പരിശോധന നടത്തിയാണ് ഒരാളെ ഈ കോളേജ് ക്യാമ്പസിനകത്തേക്ക് പോലും പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസിൽ ഒളിവിൽ കഴിയുന്നു എന്ന 6ാം പ്രതി, ഒളിവിലാണ് എന്ന് പോലീസ് പറഞ്ഞിരുന്ന 6ാം പ്രതി അവിടെ എത്തുന്നത്. ഇതോടുകൂടി KSU പ്രവർത്തകർ ഇവിടെ തടഞ്ഞു വെക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ആദ്യം വിവരം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രതി, അത് 308 വകുപ്പ് എന്ന് ഓർക്കണം, അത് തുടങ്ങി അങ്ങനെ നിരവധി വകുപ്പുകളുണ്ട്. ആ പ്രതി ഇവിടെ എത്തിയിരിക്കുന്നു, ഇവരെ അറസ്റ്റ് ചെയ്യണം എന്ന് KSU ആവശ്യപ്പെടുന്നു. നേരത്തെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം ജയിലിൽ കഴിയുകയുമുണ്ട്. സ്വാഭാവികമായും അവർക്ക് ഇതിലൊരു വികാരമുണ്ട്. ഏകപക്ഷീയമായി പോലീസ് പെരുമാറുന്നു, തങ്ങളെ മാത്രം തടവിലാക്കി എന്നൊരു വികാരമുണ്ട്. അത്തരമൊരു വികാരം ആളിക്കത്തുന്ന തരത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം DIG ഓഫീസിലേക്കടക്കം KSU മാർച്ച് നടത്തിയതാണ്. അതിന് പിന്നാലെ ഒരു പ്രതി അതീവ സുരക്ഷിതമായി പോലീസ് വലയത്തിലുള്ള കലോത്സവ വേദിയിലേക്ക് എത്തുന്നു. അവിടെ വെച്ചാണ് KSU പ്രവർത്തകർ ഈ പ്രതിയെ തടഞ്ഞു നിർത്തി പോലീസിനോട് കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ പോലീസ് അവിടെ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിയെ ഓടി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ഈ SFI നേതാവ് ചെരുപ്പൊക്കെ ഊരിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതായത് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ റിമാൻഡിൽ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ SFI നേതാവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. SFI നേതാവ് ഓടി രക്ഷപ്പെടുന്നതും കണ്ട് പോലീസുകാരും അവിടെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് KSU ഇപ്പോൾ ഉയർത്തുന്ന ആരോപണം. ഹാഷ്മി, ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തകൾ നൽകിയത്. ഈ നേതാവ് ഒളിവിലായിരുന്നു, ഒളിവിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ പോലീസിന്റെ കണ്ണിൽപ്പെട്ടവരും വീണ്ടും ഒളിവിലേക്ക് പോവുകയും ചെയ്തു.